ഹലോ ഗായ്സ്, ആർ ജെ ഫ്രെയിംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് IPL കുറിച്ചാണ്. IPL മിനി ഓപ്ഷൻ ഇന്നലെ അബുദാബിയിൽ വെച്ച് നടന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയണ്ടേ? നേരെ വീഡിയോയിലേക്ക്. നമ്മുടെ ഇന്നലെ നടന്ന ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് കിട്ടിയത് നമ്മുടെ ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ കാമറോൺ ഗ്രീനാണ്. ഏകദേശം 25.2 കോടി രൂപയ്ക്കാണ് KKR കാമറോൺ ഗ്രീനെ സ്വന്തമാക്കിയത്. നമുക്കറിയാം, നമ്മുടെ ഈ മിനി ഓപ്ഷൻ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്ത CSKയ്ക്കും KKRനുമാണ് ഏറ്റവും കൂടുതൽ പേഴ്സ് ഉണ്ടായിരുന്നത്. KKRന് ഏകദേശം 64 കോടിയോടടുത്ത് പേഴ്സ് റിമൈനിങ് ഉണ്ടായിരുന്നു. അതേപോലെ ചെന്നൈക്ക് ഏകദേശം 44 സംതിങ് ചെന്നൈയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ബിഡിങ് വാർ നടന്നു കാമറോൺ ഗ്രീനിന് വേണ്ടി. കാരണം നമുക്കറിയാം, കാമറോൺ ഗ്രീൻ നല്ലൊരു ഓൾറൗണ്ടറാണ്, ഒരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറാണ്. അത് ഭയങ്കര റെയറാണ്. നമ്മുടെ ഹർദിക് പാണ്ഡ്യയൊക്കെ പോലെ മാർക്കറ്റിൽ കിട്ടാൻ ഭയങ്കര സാധനത്തിന് ഡിമാൻഡ് കൂടുന്ന അറിയാലോ. അപ്പോൾ അതുകൊണ്ട് കാമറോൺ ഗ്രീനിന് വേണ്ടി നല്ലൊരു വടംവലി നടന്നു. അങ്ങനെ ഒടുവിൽ നമ്മുടെ KKR 25.2 കോടി രൂപയ്ക്ക് കാമറോൺ ഗ്രീനിനെ സ്വന്തമാക്കി. പക്ഷേ 25.2 കോടി രൂപ കാമറോൺ ഗ്രീൻ കൈ കിട്ടില്ല. കാമറോൺ ഗ്രീനിന് 18 കോടിയേ കിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ IPL ഈ വർഷം മുതൽ പുതിയ റൂളുണ്ട്, സാലറി ക്യാപ്പ് ഫോർ ഓവർസീസ് പ്ലേയേഴ്സ്. അതായത് ഓവർസീസ് പ്ലേയേഴ്സിന് മാക്സിമം കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 18 കോടിയാണ്. ബാക്കി എത്ര കൂടുതൽ തുകയ്ക്കാണോ വിളിക്കുന്നത് ആ തുക എന്ത് ചെയ്യണം? BCCIക്ക് അടയ്ക്കണം. BCCI അത് പ്ലെയർ വെൽഫെയർ ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ലേലത്തിനെ കുറിച്ച് ഇങ്ങനെ അവിയൽ പരുവത്തിൽ പറയാതെ ഓരോ ടീമിനെ കുറിച്ചും കൃത്യമായ ഓരോ അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഓരോ ടീമിനും വേണ്ടി ഓരോ എപ്പിസോഡ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഡിഫൻഡിങ് ചാമ്പ്യൻസായ RCB കുറിച്ചാണ്. അപ്പോൾ RCBയുടെ വീഡിയോയിലേക്ക് കടക്കാം. RCB, ആൻഡി ഫ്ലവർ, മോ ബബാത്ത്, ദിനേഷ് കാർത്തിക്, ഇവർ 3 പേരുമാണ് RCBയുടെ തിങ്ക് ടാങ്ക്. ഇവർ 3 പേരും IPL മാത്രമല്ല, നമ്മുടെ ഇംഗ്ലീഷിൽ നടക്കുന്ന T10 ക്രിക്കറ്റ്, കൗണ്ടി ക്രിക്കറ്റിൽ അവിടെ ലണ്ടൻ സ്പിരിറ്റിൻ്റെ കോച്ചും ഇവരാണ്. അതേപോലെ നമ്മുടെ മോ ബബാത്തും ആൻഡി ഫ്ലവറും ഇപ്പോൾ നടന്ന് കഴിഞ്ഞ IL T20യിൽ ഒരു ടീമിൻ്റെ കോച്ചിങ് സ്റ്റാഫിൽ 2 പേരുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം വർഷത്തിൽ മൊത്തം ഏകദേശം ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം തീർച്ചയായിട്ടും RCBയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ഓപ്ഷനിൽ തന്നെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ക്വാഡാണ് RCBക്ക് വേണ്ടിയിട്ട് അവർ വിളിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ അവർ ചാമ്പ്യന്മാരായി. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനിൽ അവർക്ക് സുഖമായി ഇങ്ങനെ കസേര നീട്ടി ഇങ്ങനെ ഇരിക്കുക എന്ന് പറയില്ലേ, അതേപോലെ ഈ ഓപ്ഷൻ വളരെ സുഗമമായിട്ട് അവർക്ക് ഇരിക്കുകയായിരുന്നു. കാരണം ഓൾറെഡി അവരുടെ പ്ലേയിങ് 11 സെറ്റാണ്. അവർക്ക് ഈ ഓപ്ഷനിൽ വേണ്ടത് എന്താണ്? ബാക്കപ്പുകളാണ്. ഇൻ കേസ് വല്ല ഇഞ്ചുറീസോ അങ്ങനെ കളിക്കാൻ പറ്റാതെയോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് വേണ്ടിയിട്ടാണ് അവർ ഈ ഓപ്ഷന് വന്നത്. അതിൽ തീർച്ചയായും അവർ കഴിഞ്ഞ വർഷം അണ്ടർ പെർഫോം ചെയ്ത, വളരെ പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ഒരു ഓൾറൗണ്ടറായിരുന്നു ലിയാം ലിവിങ്സ്റ്റൺ. പക്ഷെ അദ്ദേഹത്തിന് എന്തോ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. ടീമിൻ്റെ ഒരു സിസ്റ്റത്തിലേക്ക് അദ്ദേഹം ഫിറ്റായില്ല. അതുകൊണ്ട് തന്നെ ലിവിങ്സ്റ്റനെ അവർ റിലീസ് ചെയ്യുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു. അവർ റിലീസ് ചെയ്തു. അങ്ങനെ ഏകദേശം പിന്നെ കുറച്ച് സ്വസ്തി ചിക്കാര പോലെയുള്ള ഇന്ത്യൻ അൺക്യാപ്ഡ് പ്ലേയേഴ്സിനെ അവർ റിലീസ് ചെയ്തു. അങ്ങനെ താരതമ്യേന കുറവാണെങ്കിലും മാന്യമായിട്ടുള്ളൊരു തുക, അതായത് 16 കോടിക്ക് അടുത്തുള്ളൊരു തുക കൊണ്ടാണ് അവർ മിനി ഓപ്ഷന് വേണ്ടി വന്നത്. പിന്നെ ഈ ഓപ്ഷനിൽ എനിക്ക് RCBയുടെ ഓപ്ഷന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച എന്താ വെച്ചാൽ, ഒരു മധ്യപ്രദേശ് കണ്ടന്റ്. മധ്യപ്രദേശിലെ ആൾക്കാർ കുറച്ച് കൂടുതലായി. അതിന് കാരണമുണ്ട്. കാരണം നമ്മുടെ ക്യാപ്റ്റൻ എസ്മാറ്റിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ മധ്യപ്രദേശിൻ്റെ ക്യാപ്റ്റനാണ് നമ്മുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ. അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായ വെങ്കടേഷ് അയ്യറിനെ ഇപ്രാവശ്യം വിളിക്കുമെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ വെങ്കടേഷ് അയ്യറിനെ മറ്റുള്ള ടീമുകളൊന്നും അധികം വിളിക്കാതെ സത്യം പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം അത്രയ്ക്ക് പ്രൊഫൈലുള്ള ഒരു കളിക്കാരാണ്. കഴിഞ്ഞ സീസൺ ഫ്ലോപ്പായിരുന്നു KKRൽ. പക്ഷെ അദ്ദേഹം പ്രൂവനാണ്, IPL പ്രൂവനാണ്. അദ്ദേഹം സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാറ്റിംഗ് ഓൾറൗണ്ടറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹം നമ്മുടെ ശിവൻ ഡൂബെയൊക്കെ പോലെ ബോൾ ചെയ്യുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി അധികം വെളി വന്നില്ല. KKR
അദ്ദേഹത്തിന് വേണ്ടി ഒരു 7 കോടി വരെ 6 പോയിന്റ് സംതിങ് വരെ വിളിച്ചു. പക്ഷേ 7 കോടിക്ക് RCB വെങ്കടേഷ് അയ്യരെ തൂക്കി. സത്യം പറഞ്ഞാൽ തൂക്കി ഒരു ഡീലാണ്. അതൊരു എന്താ പറയുക, ഇതിലും കുറച്ചും കൂടി പൈസയ്ക്ക് പോകുമെന്നാണ്. അത് ഓപ്ഷന് ശേഷം ദിനേശ് കാർത്തിക് പറയുന്നു 10 കോടി വരെ ഞങ്ങൾ വെങ്കടേഷ് അയ്യറിന് വിളിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ലക്കി സ്റ്റീലായിട്ട് 7 കോടിക്ക് വെങ്കടേഷ് അയ്യർ കിട്ടി. വെങ്കടേഷ് അയ്യർ നമ്മുടെ 11ക്ക് വരുമ്പോൾ തീർച്ചയായും ദേവദത്ത് പടിക്കലിനാണ് സ്പോട്ടിലേക്കാണ് വരുന്നത് 1 ഡൗൺ പൊസിഷനിലേക്ക്. കാരണം ഓപ്പണിംഗ് അറിയാലോ, ഫിൽ സോൾട്ടും വിരാട് കോഹ്ലി ഉണ്ട്. 1 ഡൗൺ പൊസിഷനിൽ ദേവദത്ത് പടിക്കലിന് ഒരു ബാക്കപ്പ് ആയിട്ടാണ് വെങ്കടേഷ് അയ്യറിനെ കൊണ്ടുവന്നത്. അവർ തമ്മിലൊരു മത്സരം ഉണ്ടാവും തീർച്ചയായും. അതിലാരാണ് പെർഫോം ചെയ്യുന്നത് അവർ 11ലേക്ക് വരും. പിന്നെ RCB രണ്ടാമത് പിക്ക് ചെയ്തിട്ടുള്ള മങ്കേഷ് യാദവ് 5.2 കോടി. അഗെയിൻ മങ്കേഷ് യാദവ് മധ്യപ്രദേശുകാരനാണ്. എസ്മാറ്റിൽ രജത് പട്ടിദാറിന് കീഴിൽ കളിക്കുന്ന ലെഫ്റ്റ് ഹാൻഡർ ബോളറാണ്. നിങ്ങൾക്ക് അറിയാലോ, യശ് ദയാൽ കഴിഞ്ഞ IPL ശേഷം ഒരു കളി പോലും കളിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തോ ഒരു പീഡന പരാതിയൊക്കെ ആയിട്ട് അദ്ദേഹം ഇതുവരെ കളിച്ചിട്ടില്ല. ഇനി വരുന്ന IPL കളിക്കുമെന്നും അറിയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏകദേശം സെയിം പ്രൊഫൈലുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ബോളറാണ് ആര്, മങ്കേഷ് യാദവ്. അതുകൊണ്ട് അവർ മങ്കേഷ് യാദവിനെ തൂക്കി. 5.2 കോടി കുറച്ച് ഓവർ പ്രൈസിലായിട്ട് തോന്നുമെങ്കിലും ഇദ്ദേഹം ഒരു പിഞ്ച് ഹിറ്ററും കൂടിയാണ്. അത്യാവശ്യം ബാറ്റിംഗ് കാപ്പബിലിറ്റി ഉള്ള ആളും കൂടിയാണ് ഈ മങ്കേഷ് യാദവ്. അതിനുശേഷം ആണ് ഏറ്റവും വലിയ സ്റ്റീൽ ഡീൽ നടന്നിട്ടുള്ളത്. അത് ജേക്കബ് ഡെഫി, ന്യൂസിലാൻഡിൻ്റെ പേസ് ബോളറായ ജേക്കബ് ഡെഫി നമ്മുടെ ഹേസൽവുഡിന് ബാക്കപ്പ്. ഹേസൽവുഡ് ബാക്കപ്പായിട്ട് തുഷാരുണ്ട്. ബട്ട് ഇൻ കേസ് നമുക്ക് വേറെ ഒരു ഓപ്ഷനും കൂടി ഉള്ളത് എപ്പോഴും നല്ലതല്ലേ. ജേക്കബ് ഡെഫിയുടെ ഡീൽ എന്ന് പറഞ്ഞാൽ ആബ്സല്യൂട്ട്ലി സ്റ്റീൽ ഡീലാണ്. കാരണം അദ്ദേഹം ICC T20 റാങ്കിൽ 2ാം സ്ഥാനത്തുള്ള പ്ലെയേഴ്സാണ്. മറ്റു ടീമുകളൊക്കെ അദ്ദേഹത്തെ വിളിക്കാതെ ഇരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് അത്ഭുതപ്പെട്ടു പോയി. ഏതായാലും ഹേസൽവുഡിന് നല്ലൊരു ബാക്കപ്പ്, അതും സെറ്റായി. പിന്നെ ഉള്ളത് ജോർദാൻ കോക്സ് ഒരു ഇംഗ്ലീഷ് വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. സ്ട്രേറ്റ് നമ്മുടെ ഫിൽ സോൾട്ടിന് പകരക്കാരൻ, റീപ്ലേസ്മെൻറ്റ്. ഫിൽ സോൾട്ടിന് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ പറ്റുകയാണെങ്കിൽ ജോർദാൻ കോക്സിനെ വെച്ച് റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു തോട്ടാണ് അവിടെ. പിന്നെയുള്ളത് 4 ഇന്ത്യൻ ഡൊമസ്റ്റിക് അൺക്യാപ്ഡ് പ്ലെയേഴ്സാണ്. കനിഷ്ക് ചൗഹാൻ, വിഹാൻ മൽഹോത്ര, വിക്കി ഓസ്റ്റ്വാൾ ആൻഡ് സാത്വിക് ദേശ്വാൾ. ഇതിൽ കനിഷ്ക് ചൗഹാനും വിഹാൻ മൽഹോത്രയും ഇപ്പോൾ നടക്കുന്ന അണ്ടർ-19 ഏഷ്യ കപ്പിൽ കളിക്കുന്നതാണ്. നമ്മുടെ അശ്വിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ഞാൻ ഇന്നലെ കണ്ടിരുന്നു. അശ്വിൻ പറഞ്ഞ നമ്മൾ അടുത്ത് ഉയർന്നു കേൾക്കാൻ പോകുന്ന ഒരു യുവതാരത്തിൻ്റെ പേര് അത് കനിഷ്ക് ചൗഹാൻ എന്നായിരിക്കും. അതെ, പുള്ളിക്കാരൻ ഒരു സ്പിൻ ഓൾറൗണ്ടറാണ്, സ്പിൻ ബോളിംഗ് കം ഓൾറൗണ്ടറാണ്. ആള് നല്ല കേപ്പബിൾ ഒരു പിഞ്ച് ഹിറ്ററും കൂടിയാണ്. അപ്പോൾ ഏകദേശം RCBയുടെ എല്ലാ സ്പോട്ടുകളും, RCBയുടെ പ്ലേയിങ് 11 ഓൾറെഡി സെറ്റാണ്. അവർക്ക് ഒരു സോളിഡ് ആയിട്ടുള്ള ബാക്കപ്പുകൾ അല്ലെങ്കിൽ റീപ്ലേസ്മെൻ്റ് ആയിരുന്നു ആവശ്യം. അതവർ ഈ ഓപ്ഷനിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ടീമിൻ്റെ അനാലിസിസുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.